നിതിൻ രാജിന്റെ മരണം. അധ്യാപിക സംഗീത നമ്പ്യാർ അറസ്റ്റിൽ. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ BDS വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയായ ഓറൽ പാത്തോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ KT സംഗീത നമ്പ്യാർ പോലീസിന് മുന്നിൽ ഹാജരായി. കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിന് പിന്നാലെയാണ് ഡോക്ടർ സംഗീത ഹാജരായത്. കണ്ണൂർ ACP R ഹരിപ്രസാദിന്റെ മുന്നിൽ ഇന്ന് ഉച്ചയോടെയാണ് അവർ ഹാജരായത്. തുടർന്ന് അധ്യാപികയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വിട്ടയച്ചു. കേസിലെ രണ്ടാം പ്രതിയാണ് ഡോക്ടർ സംഗീത. നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിലെ ഒന്നാം പ്രതിയായ ഓറൽ പാത്തോളജി വിഭാഗം മേധാവി ഡോക്ടർ MK റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി തള്ളിയിരുന്നു. റാമിന് മുൻകൂർ ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ എതിർത്തു. ജാതിയുടെ പേരിൽ തെറ്റായ പ്രസ്താവനകൾ നൽകി രക്ഷപ്പെടാൻ പ്രതി ശ്രമിച്ചെങ്കിലും പോലീസും പ്രോസിക്യൂഷനും ഇത് കളവാണെന്ന് തെളിയിച്ചിരുന്നു. ഒന്നാം പ്രതിക്ക് ജാമ്യം നൽകരുതെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ച കോടതി ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു. അതേസമയം ഡോക്ടർ സംഗീതയ്ക്കെതിരെ കുറ്റം തെളിയിക്കാൻ ആവശ്യമായ പ്രത്യക്ഷമായ തെളിവുകൾ ഹാജരാക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്ന് നിരീക്ഷിച്ചാണ് കോടതി ജാമ്യം അനുവദിച്ചത്. ഒളിവിൽ കഴിയുന്ന ഒന്നാം പ്രതിയായ ഡോക്ടർ MK റാം മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് വിവരം. ഡോക്ടർ MK റാമിനായി സംസ്ഥാനത്തിനകത്തും പുറത്തും പോലീസ് തെരച്ചിൽ തുടരുകയാണ്. കർണാടകയിലും ആന്ധ്രയിലുമായി പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം 3 സംഘങ്ങളായി തിരിഞ്ഞാണ് തെരച്ചിൽ നടത്തുന്നത്. ഡോക്ടർ MK റാമിന് വിദ്യാർത്ഥികളെ മോശം ഭാഷയിൽ അഭിസംബോധന ചെയ്യുന്ന സ്വഭാവമുണ്ടായിരുന്നുവെന്ന് സാക്ഷിമൊഴികൾ വ്യക്തമാക്കുന്നുവെന്ന് സെഷൻസ് കോടതി നിരീക്ഷിച്ചു. നിതിൻ രാജിന്റെ മരണത്തെ തുടർന്ന് ആക്ഷൻ കൗൺസിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ നാളെ നടക്കും. 52 ദളിത് സംഘടനകളുടെ സഹകരണത്തോടെയാണ് ഹർത്താൽ. വെൽഫെയർ പാർട്ടി ഉൾപ്പെടെയുള്ള നിരവധി സംഘടനകളും ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിർബന്ധിതമായി വാഹനങ്ങൾ തടയില്ലെന്നും ഹർത്താലുമായി പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും ആക്ഷൻ കൗൺസിൽ അഭ്യർത്ഥിച്ചു.